ഹായ് ഹലോ ഹാപ്പി ഓണം. നിത്യജീവിതത്തിൽ മലയാള ഭാഷയിൽ നാം ഉപയോഗിക്കുന്ന പലതരം ചൊല്ലുകൾക്കും ശൈലികൾക്കും തത്തുല്യമായ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്നവരോട് നമ്മൾ പറയാറുണ്ട്, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ഡോണ്ട് ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. തുളുമ്പിപ്പോയ പാലിനെ കുറിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മധുരം കൂടുമെന്ന് പറയാറുണ്ട്. ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നൊരു ചൊല്ലുന്നു. ഇതിന് തത്തുല്യമായുള്ള ഇംഗ്ലീഷിലെ ചൊല്ല് ഏതാണെന്നറിയാമോ? റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം കൊണ്ടല്ല റോമ നഗരം പണിയപ്പെട്ടത്. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് നമ്മൾ പറയും, ശരിക്കൊന്ന് ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ എന്ന് പറയും. അതിന് തത്തുല്യമായി ഇംഗ്ലീഷിൽ പറയുന്ന പഴഞ്ചൊല്ലാണ് ലുക്ക് ബിഫോർ യു ലീപ്പ്. എടുത്തു ചാടുന്നതിന് മുമ്പ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അടുത്തതായി മറ്റൊരു പഴഞ്ചൊല്ല്, എ ലെപ്പേർഡ് കാൻറ്റ് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. ശരീരത്തിലുള്ള പാടുകൾ മായ്ക്കാൻ ഒരു പുലിയെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. നമ്മൾ ഇതിന് തത്തുല്യമായി മലയാളത്തിൽ പറയാറുണ്ട്, ആട്ടിൻ തോലിട്ട ചെന്നായൻ. എത്ര രൂപം മാറിയാലും ഒരു മനുഷ്യന് ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വന്തം യഥാർത്ഥ സ്വഭാവം മാറ്റി പിടിക്കാനായിട്ട് പറ്റില്ല, മറച്ചു പിടിക്കാൻ പറ്റില്ല ഒരുപാട് കാലം. പിന്നെ നമ്മൾ പറയും, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഇതിന് ഇംഗ്ലീഷ് പറയുന്നത് എന്താണെന്നറിയാവോ? ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീൻ ഓൺ ദി അതർ സൈഡ്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈൽ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ഇനി നമ്മൾ സദാ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. ഇതുപോലെ സാമ്യമുള്ള ഒരുപാട് ചൊല്ലുകളും ശൈലികളും ഈ രണ്ട് ഭാഷകളിലും. ഇത് ഒരു രസകരമായ കാര്യമല്ലേ? ഓക്കെ, ഹാപ്പി ഓണം, ബൈ.